ധാരാളം പ്രകൃതി വിഭവങ്ങളും കഴിവുള്ള ജനങ്ങളുമുള്ള ഒരു രാജ്യമായിട്ടും പട്ടിണിയും പരിവട്ടവുമായി കഴിയുകയാണ് വടക്കൻ കൊറിയ. ഇന്ത്യയും ചൈനയും പോലെയുള്ള വിരലിൽ എണ്ണാവുന്ന രാജ്യങ്ങൾ മാത്രമേ വടക്കൻ കൊറിയയുമായി സഹകരണവും സഹായവുമുള്ള അവസ്ഥയിലുള്ളൂ. ബാക്കി എല്ലാവരും അവർക്ക് ശത്രുക്കളാണ്. ഇന്ത്യക്ക് പ്യോങ്യാങ്ങിൽ ഒരു എംബസിയുണ്ട്. അതുപോലെ വടക്കൻ കൊറിയയ്ക്ക് ന്യൂഡൽഹിയിലും ഒരു എംബസിയുണ്ട്. വടക്കൻ കൊറിയയുമായി ഏറ്റവും കൂടുതൽ വ്യാപാരം നടത്തിയിരുന്ന രാജ്യം ഇന്ത്യയായിരുന്നു. എന്നാൽ ഐക്യരാഷ്ട്രസഭ 5 വർഷം മുമ്പ് ഏർപ്പാടാക്കിയ ഉപരോധത്തിൽ ഇന്ത്യ കൂടി പങ്കെടുത്തതോടുകൂടി ഈ വ്യാപാരവും അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത കാലത്തായി 3 പ്രാവശ്യം വമ്പിച്ച ഭക്ഷ്യക്ഷാമം വടക്കൻ കൊറിയയെ അലട്ടിയിരുന്നു. ആദ്യത്തെ ഭക്ഷ്യക്ഷാമം വന്നപ്പോൾ ഇന്ത്യ 2000 ടൺ ഭക്ഷ്യവസ്തുക്കൾ അയച്ചു കൊടുത്തു. രണ്ടാമത്തെ തവണ 1300 ടൺ ഭക്ഷ്യവസ്തുക്കളും അയച്ചു കൊടുത്തിരുന്നു. എങ്കിലും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള യാതൊരു സഹായവും അവർക്ക് ലഭിച്ചിരുന്നില്ല. 4 ലക്ഷത്തോളം വടക്കൻ കൊറിയക്കാർ ഈ ഭക്ഷ്യക്ഷാമ കാലയളവിൽ മരിക്കുകയുണ്ടായി. അതുപോലെ കോവിഡ്-19 പാൻഡമിക് വന്നപ്പോൾ ഇന്ത്യ $10 ലക്ഷം സാമ്പത്തിക സഹായവും നൽകുകയുണ്ടായി. എങ്കിലും മറ്റു രാജ്യങ്ങളെപ്പോലെ ഇന്ത്യയും വടക്കൻ കൊറിയയുടെ ആണവ പദ്ധതികളെ എതിർക്കുന്നുണ്ട്. 2 കൊറിയകളും യോജിക്കണമെന്നുള്ള അഭിപ്രായവും ഇന്ത്യ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ 3/4 ഭാഗം പോലും ആളോഹരി വരുമാനം വടക്കൻ കൊറിയയ്ക്കില്ല. കേരളത്തിൻ്റെ 3 ഇരട്ടി വലുപ്പമുള്ള ഈ രാജ്യത്തിൽ 2,60,00,000 ജനങ്ങൾ താമസിക്കുന്നു. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തിൽ കൊറിയ 2 രാജ്യങ്ങളായി വിഭജിക്കപ്പെടുകയും വടക്ക് ഭാഗം റഷ്യയുടെ നിയന്ത്രണത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായും തെക്ക് ഭാഗം അമേരിക്കയുടെ സ്വാധീനത്തിൽ ഒരു മുതലാളിത്ത രാജ്യമായും മാറുകയുണ്ടായി. തെക്ക് ഭാഗം അസാധാരണമായ സാമ്പത്തിക പുരോഗതി കൈവരിച്ചെങ്കിലും വടക്ക് ഭാഗം കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് കൂത്തുകുപ്പുകയാണ് ചെയ്തത്. എല്ലാ വ്യവസായങ്ങളും ബിസിനസ്സും ഗവൺമെൻറ്റാണ് നടത്തുന്നത്. കൃഷിയും ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിലാണ്. ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും വളരെ പിന്നോക്കമാണ് ഈ രാജ്യം. രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ ഭൂരിഭാഗവും മിലിറ്ററിക്ക് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. 12 ലക്ഷം ജനങ്ങളുള്ള വടക്കൻ കൊറിയയുടെ പട്ടാളം ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സൈനിക ശക്തിയാണ്. മതങ്ങളെ പ്രോത്സാഹിപ്പിക്കാത്ത വടക്കൻ കൊറിയയിൽ എല്ലാവരും നിരീശ്വരവാദികളാണെന്നാണ് ഗവൺമെൻറ്റിൻ്റെ പക്ഷം. എങ്കിലും രഹസ്യമായ മതവിശ്വാസികൾ ഇവിടെയുണ്ട്. ഭക്ഷ്യവസ്തുക്കൾക്കും ഭവന മേഖലയിലും ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നുണ്ടെങ്കിലും വമ്പിച്ച ക്ഷാമം രാജ്യത്ത് നിലനിൽക്കുന്നു. വിദ്യാഭ്യാസവും ആരോഗ്യ പരിരക്ഷയും സൗജന്യമാണെന്നാണ് വെപ്പ്. സൂപ്പർ മാർക്കറ്റുകൾ വിരലിലെണ്ണാവുന്നവ മാത്രമേ ഈ രാജ്യത്തിലുള്ളൂ. ഇന്ത്യയിൽ സാധാരണക്കാർ വാങ്ങിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കുവാനുള്ള പർച്ചേസിംഗ് പവർ വടക്കൻ കൊറിയയിലെ ജനങ്ങൾക്കില്ല. ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ പിയോങ്യാങ്ങിൽ 27 ലക്ഷം ആളുകൾ താമസിക്കുന്നു. തലസ്ഥാന നഗരി വൃത്തിയായും വെടിപ്പായും സൂക്ഷിക്കുകയും ദാരിദ്ര്യം ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം വടക്കൻ കൊറിയയുടെ ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ട് പിയോങ്യാങ് നഗരത്തെ ഷോക്കേസ് സിറ്റി എന്നാണ് വിദേശികൾ വിളിക്കുന്നത്. ഈ രാജ്യത്ത് വരുന്ന എല്ലാ വിദേശികളും ഒരു രഹസ്യ പോലീസുകാരിയുടെ കൂടെ മാത്രമേ നഗരം ചുറ്റിക്കാണുവാൻ അനുവദിക്കുകയുള്ളൂ. ഗ്രാമപ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ അനുവദിക്കുകയില്ല. റെസ്റ്റോറൻറ്റുകൾ പോയി ഭക്ഷണം കഴിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നില്ല. താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കണമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ പോളിസി. നാട്ടുകാരുമായി അധികം ഇടപഴകുവാനോ ഇൻ്റർവ്യൂ ചെയ്യുവാനോ ഉള്ള അവസരവും നൽകുകയില്ല. കൊറിയൻ ഭാഷ വിദേശികൾക്ക് അറിയാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള അവസരങ്ങളും കുറവാണ്. ടാക്സി ഡ്രൈവർമാർ വിദേശികളെ വണ്ടിയിൽ കയറ്റുകയില്ല. വടക്കൻ കൊറിയയുടെ രാഷ്ട്രപിതാവ് തൻ്റെ പേഴ്സണാലിറ്റി പ്രചരിപ്പിച്ച് അധികാരം കയ്യിൽ നിർത്തുക എന്ന പഴയ തന്ത്രം തന്നെയാണ് പയറ്റുന്നത്. അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും പ്രതിമകളും ഫോട്ടോകളും രാജ്യത്തിൽ എവിടെ നോക്കിയാലും കാണാം. രഹസ്യ പോലീസിനെ ഉപയോഗിച്ച് നാട്ടുകാർ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും ഒളിഞ്ഞു നോക്കുന്ന ഒരു വ്യക്തിയാണ് വടക്കൻ കൊറിയയുടെ രാഷ്ട്രപതി. അദ്ദേഹത്തെ മൂക്കുകയറിടാൻ അമേരിക്കൻ രാഷ്ട്രപതി ഡൊണാൾഡ് ട്രംപ് ശ്രമിച്ചുവെങ്കിലും അത് അത്ര വിജയിച്ചിട്ടില്ല. തലസ്ഥാന നഗരിയായ പ്യോങ്യാങ്ങിൽ നല്ല റെസ്റ്റോറൻറ്റുകളില്ല. ഡിപ്ലോമാറ്റിക് ക്ലബ്ബിലാണ് വിദേശ അംബാസിഡർമാർ ഒത്തുകൂടുന്നത്. ഇവിടെ ബില്യാർഡ് റൂമും ചെറിയൊരു ബാറും ഉണ്ട്.